ഗൈസ് ഇത് കണ്ടോ, ഈ തുണി ഫുള്ള് നമുക്ക് മടക്കണം. നിങ്ങളുടെ വീട്ടിൽ കസേരയാണോ കട്ടിലാണോ? ഞങ്ങളുടെ വീട്ടിൽ കട്ടിലാണ്. ഈ കട്ടിലിൽ ഒരാഴ്ചത്തെ തുണിയെല്ലാം ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. മടക്കാൻ മടിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു മടക്കാന്ന്. അപ്പോൾ മടക്കി നോക്കാം. ഓക്കെ. തുണികളൊക്കെ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ അടുക്കി കൊട്ടകളിൽ വെക്കാം. ഓരോരുത്തരുടെ ഓരോ കൊട്ട കേട്ടോ. ഇത് കിച്ചപ്പൻ്റെ ആണ്. അപ്പോൾ കിച്ചപ്പൻ്റെ കൊട്ടയിലേക്ക് വെക്കാം. കിച്ചപ്പൻ്റെ കൊട്ട ഇതാണ്. ഇത് ഫുള്ള് നിറഞ്ഞ് എന്നാലും അതിനകത്ത് വെക്കാം. കുറച്ച് നമുക്ക് ഇത് വെക്കാം. ഫുള്ള് നിറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് മേടിക്ക് വെക്കണം. അടുത്ത സെക്ഷൻ നോക്കാം. ഇതെല്ലാം അലമാരിയിൽ വെക്കാനുള്ളതാണ്. നമുക്ക് അലമാരി വെക്കാം. ഇവിടെയൊക്കെ വൃത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അലമാരി വെക്കാം. അപ്പോൾ നമ്മൾ തുണികളൊക്കെ മടക്കി അതാത് കൊട്ടകൾ വെച്ചിട്ടുണ്ട്. എല്ലാം കൊള്ളാണ്ടായിരിക്കുന്നു, നിറഞ്ഞിതൊക്കെ. പിന്നെ കട്ടിൽ വൃത്തിയായിട്ടുണ്ട്. 2 ദിവസം ഇങ്ങനെ കിടക്കും. 3ൻ്റെ അന്ന് വീണ്ടും ഇതന്നെ അവസ്ഥ. അപ്പോൾ ഞായറാഴ്ചത്തെ കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഭയങ്കര പഠിത്തത്തിലാണ് ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്. സപ്പോർട്ട് ചെയ്യാൻ പറയൂ. ഓക്കെ ഗൈസ്. ഒരു ക്യൂട്ട് അക്കോറ ഉണ്ട് കേട്ടോ ഇവിടെ. അതായത് മണി പ്ലാന്റ്, ഫുൾ മണി പ്ലാന്റ്. അതിനകത്ത് മീനുണ്ടായിരുന്നു, അതൊക്കെ ചത്തു എന്ന് തോന്നുന്നു. ഭയങ്കര ഭംഗിയായിട്ടില്ലേ? പിന്നെ എൻ്റെ ഒരു മണി പ്ലാന്റ് കണ്ടോ ഗൈസ്, നല്ല ഭംഗിയില്ലേ? ഈ ചെടിയോട് ഭയങ്കര ഒരു സ്നേഹം കേട്ടോ. അതിങ്ങനെ പടർന്നിടുന്നു. അങ്ങനെ പോയി പ്രത്യേകിച്ച് വളങ്ങളൊന്നും വേണ്ട, അതാനെ ഇങ്ങനെ വന്നോളും. പക്ഷെ ഇതിൽ വളമൊക്കെ ഇടുന്നവരുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു സൺഡേ വിശേഷങ്ങളൊക്കെ. അപ്പോൾ പുതിയൊരു ബ്ലോഗിൽ കാണാം. അങ്ങനെ സൺഡേ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു ഗൈസ്. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ചെടിയൊക്കെ വെച്ചു. എങ്ങനെയുണ്ടോ? കൊള്ളാവോ? എല്ലാം മണി പ്ലാന്റാണ്. മണിയില്ലെങ്കിലും പ്ലാന്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എല്ലാം ശരിയായി വരുന്നുണ്ട്. എനിക്ക് ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം ഗൈസ്. ഇങ്ങനെ മഴയാണ്ട് ഇവിടെയൊക്കെ വഴക്കായി കിടക്കും. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടോ? എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. അങ്ങോട്ട് ഇങ്ങനെ ഉണ്ട്, ബാക്കിലേക്ക് ഇങ്ങനെ പടർന്നിട്ടുണ്ട്. ജസ്റ്റ് ഇത് 2 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ ഇതിനകത്തൊന്നും ഒരു പൂ പോയിട്ടൊരു വള്ളി പോലും ഇല്ല. ഇതിൻ്റെ വേരിങ്ങനെ ഉണ്ട്. കുറച്ചും കൂടെയൊക്കെ നല്ലപോലെ നട്ടാൽ ശരിയാവുമായിരിക്കില്ലേ? സ്ഥലക്കുറവായതുകൊണ്ട് ഇങ്ങനെ ഇവിടെ വെച്ചാൽ. നിങ്ങളുടെ അവിടെ ഇങ്ങനെ ഉണ്ടോ ഡ്രാഗൺ ചെടികൾ? ഞാൻ നാളൊരു വീട് കിട്ടിയില്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ. ഞാൻ വിചാരിക്കുന്നുണ്ട് കുറച്ച് മണ്ണൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വെക്കണം. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു, സൺഡേ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ ഗായ്സ്. Toys, shelves, playboard,